നമ്മൾ ശാസ്ത്രവിശ്വാസത്തിലേക്കാണ്, ശാസ്ത്രത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ആനുകൂല്യത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. ശാസ്ത്രത്തെയാണ് നമ്മൾ ഫസ്റ്റ് എയ്ഡ് പോലെ കയ്യിൽ കരുതേണ്ടത്. ശാസ്ത്രമാണ് നമ്മുടെ ദൈവം. ശാസ്താവായിരിക്കണം ദൈവം, അല്ലാതെ ചെകുത്താനായിരിക്കരുത്. അറിവ് അല്ല നമ്മളുടെ മനസ്സിലുള്ളതെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ആ ശക്തി ചെകുത്താൻ്റെതാവും. അറിവാണ് നമ്മുടെ മനസ്സിലുള്ളതെങ്കിലോ, അറിവാണ് ഈ നമ്മുടെ മനസ്സിലുള്ളതെങ്കിൽ നമ്മൾ അത് വളരെ ശരിയാണ്. അങ്ങ് പറഞ്ഞു വളരെ വളരെ ചിന്തിക്കേണ്ട കാര്യമാണ്. ഞാൻ ഒരു ഇത് പറയുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാല്, ഈ ഈശ്വരീയമായിട്ടുള്ള ഈശ്വര തുല്യമായിട്ടുള്ളതാണ് നമ്മുടെ കലകൾ മുഴുവനും. തീർച്ചയായിട്ടും ആ കലകളെ എത്ര വൈകൃതമായിട്ടാണ് ഇന്ന് കലാകാരന്മാരെ നയിച്ചുകൊണ്ടിരിക്കുന്നവരും അവരുടെ കലാസൃഷ്ടികളും ഇന്ന് ഭാവിയെ നശിപ്പിക്കുന്ന തരത്തിലേക്കാണ് വരുന്നത്. ഈ അറിവിനെ നശിപ്പിക്കുന്ന തരത്തിലേക്കാണ് വരുന്നത്. അതെ, അതിനകത്തും എനിക്കൊരു കാര്യം പറയാനുണ്ട് മോഹൻജി. ഇവിടെ സിനിമാ ലോകമായിക്കോട്ടെ, മറ്റേതെങ്കിലും ലോകമായിക്കോട്ടെ, ആ തരത്തിലുള്ള കലകളുടെ ലോകം മുഴുവനും ഇന്ന് സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി വഴിമാറിക്കൊണ്ടിരിക്കുക. അതായത് പല കലാപങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. ഏതെങ്കിലും കലയുടെ രൂപത്തിൽ ഏതെങ്കിലും ഒരു കലാരൂപം കലാപത്തിലേക്ക് ജനങ്ങളെ നയിക്കുന്നുണ്ടെങ്കിൽ ആ കലാരൂപത്തിന് പിന്നിൽ കലാകാരന്മാരല്ല കലാപകാരികളുണ്ട് എന്ന് തിരിച്ചറിയുവാനുള്ള ശേഷി നമുക്കുണ്ടാവണം. ഒരു കല കൊണ്ട് നമ്മളെ ചേർത്ത് വെക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ, നമ്മളെ ശിഥിലീകരിക്കുവാൻ, നമ്മളെ യുദ്ധത്തിന് പ്രേരിപ്പിക്കുവാൻ, നമ്മളെ അസഹിഷ്ണുതയിലേക്ക് നയിക്കുവാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു പ്രമേയം അതിനകത്തുണ്ടെങ്കിൽ, നമ്മളുടെ ആരുടെയെങ്കിലും ഏതെങ്കിലും വിഭാഗത്തിന്റെ മനസ്സിനെ അത് വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു കലാകാരൻ ഇല്ല എന്ന് നിങ്ങൾക്ക് നിശ്ചയമായിട്ട് ഉറപ്പിക്കാം. അതൊരു കലാപകാരിയുടെ കരങ്ങളായിരിക്കും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുക. കാരണം എന്താണ്? കലാപങ്ങളെ ഇല്ലാതാക്കുവാനാണ് കല. അതുകൊണ്ടാണ് പെൺകുട്ടികൾ കലാപകാരികളാകരുത്, കലാകാരികളാവണം എന്ന് പറഞ്ഞത്. കലയുള്ള മക്കളിൽ നിന്നാണ് വിവേകശാലികളായിട്ടുള്ള മക്കൾ ജനിക്കുകയുള്ളൂ. കലാപകാരികളുടെ മക്കള് ആരായിരിക്കും? വിപ്ലവകാരികളായിരിക്കും. വിവേകശാലികൾ ജനിക്കുകയില്ല. അപ്പം നമ്മുടെ മക്കള് കലയെ സ്നേഹിക്കുന്നവരാവണം, കലാകാരന്മാരാവണം. 64 കലകളും കൊണ്ട് ജീവിതത്തിൽ ആവണമെങ്കിൽ നമ്മുടെ മക്കൾ അങ്ങനെ ആവണമെങ്കിൽ നമ്മൾ അങ്ങനെ ആവണ്ടേ? നമ്മൾ അങ്ങനെ ആവണം. അതിന് ശിവത്വത്തിലേക്ക് തിരിച്ചു നടക്കണം. മഹാവൈഷ്ണവ ശക്തിയുടെ അവതാരമാവണമെങ്കിൽ മഹാവൈഷ്ണവ ശക്തിയുടെ മുഴുവൻ ജീവനാംശത്തെയും സ്വീകരിക്കുവാൻ, ആഹാരം കൊണ്ടും ആചാരം കൊണ്ടും മുഴുവൻ ജീവനാംശത്തെയും സ്വീകരിക്കുവാനായിട്ട് നമ്മൾ മഹാവൈഷ്ണവ ശക്തിയുടെ അവതാരമായിട്ട് നാരത്തെ ജ്ഞാനത്താൽ അയനം ചെയ്യിപ്പിക്കുവാൻ ശേഷിയുള്ള സൃഷ്ടിയുടെ വൈഭവത്തെക്കുറിച്ച് അന്ധവിശ്വാസമുള്ളവരല്ല, പൂർണ്ണജ്ഞാനമുള്ളവരായിട്ട് എന്താണ് ജീവൻ ജനിച്ചതിന് കാരണം, നിലനിൽക്കുന്നതിന് കാരണം, എങ്ങനെയാണ് സമയം ജനിക്കുന്നത്, എങ്ങനെയാണ് സമയം മരിക്കുന്നത്, എങ്ങനെയാണ് ജീവൻ ജനിക്കുന്നത്, എങ്ങനെയാണ് ജീവൻ മരിക്കുന്നത് എന്നറിയുവാൻ പൂർണ്ണജ്ഞാനമുള്ളവരായിട്ട് പരമസത്യത്തെ തിരിച്ചറിയുന്ന ആ ബ്രഹ്മലോകത്ത് വസിക്കുന്ന ബ്രഹ്മശക്തിയുള്ള ബ്രഹ്മഗുണമുള്ള തലയിൽ ബ്രഹ്മകപാലത്തിനകത്ത് ബ്രെയിനുള്ളവരാവാൻ, ആ തലച്ചോറിനെ ശാസ്ത്രീയമായിട്ട് പാകം ചെയ്ത് ശാസ്ത്രചിന്തയിൽ ജീവിക്കുന്ന, ശാസ്ത്രത്തിന്റെ പൂർണ്ണ ആനുകൂല്യങ്ങളെ സ്വീകരിച്ചുകൊണ്ട് നല്ലൊരു തലമുറയെ, ചിന്താശീലമുള്ള ചിരിക്കുന്ന ഒരു തലമുറയെ സൃഷ്ടിക്കുവാനായിട്ട് മതഭ്രാന്തല്ല, ജാതി ചിന്തയല്ല, രാഷ്ട്രചിന്തയ്ക്കും അപ്പുറം ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്ന ഭാരതത്തിന്റെ വിശാല ദർശനത്തിലേക്ക് നമുക്ക് തിരിച്ചെത്തേണ്ടതുണ്ട്. അതിനകത്ത് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടി വരുന്നത്, നമ്മള് ശവാഹാരം ഉപേക്ഷിച്ചിട്ട് ശിവാഹാരം, ഹരിയാഹാരം കഴിച്ചു തുടങ്ങേണ്ടിയിരിക്കുന്നു, അല്ലേ? അതെ, ഹരിയാഹാരം കഴിക്കുന്നവനെല്ലാം അറിയാന്ന് പറയുന്നത് ഒന്നുകൂടി നമ്മൾ തിരുത്തി പറയേണ്ടിയിരിക്കുന്നു. ഹരിയാഹാരം കഴിക്കുന്നവനെല്ലാം അറിയാം, ശവാഹാരം കഴിക്കുന്നവനൊന്നും അറിയില്ല, അവന് ഒന്നും അറിയാൻ കഴിയില്ല എന്നുള്ള വസ്തുതയും അറിയുക. നമ്മൾ ശിവത്വത്തിലേക്ക് തിരിച്ചു വരണം. അപ്പൊ ആ ശിവത്വത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. നമ്മളുടെ കുട്ടികൾക്ക് ആ ശിവത്വത്തെ നമ്മൾ തിരിച്ചു കൊടുത്തേ പറ്റൂ. മാനവൻ എന്ന് പറഞ്ഞാൽ മനുഷ്യനാണ്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനന ശക്തിയുള്ളവനാണ്. കടുകോളം ചെറുതാകുന്ന മനസ്സുള്ളവനല്ല. ഈ ബ്രഹ്മാണ്ടത്തെ തന്നെ സ്റ്റോർ ചെയ്യുവാൻ ശേഷിയുള്ള ബ്രെയിനുള്ള, ആ ബ്രെയിനിനെ എടുത്തു വെച്ച് ഗെയിം ചെയ്യുവാൻ ശേഷിയുള്ള വലിയ വിശാല മനസ്സുള്ള, സർവരെയും സ്വീകരിക്കുവാൻ ശേഷിയുള്ള, ഏത് പ്രതിസന്ധിയിലും ചിരിച്ചുകൊണ്ട് സമൂഹത്തിൽ നന്മയ്ക്ക് വേണ്ടിയിട്ട് നിലകൊള്ളാൻ ശേഷിയുള്ള നല്ല പുത്രന്മാരെ, നല്ല പുത്രിമാരെ, ആത്മജന്മാരെ, ആത്മജമാരെ സൃഷ്ടിക്കുന്ന ആത്മശക്തിയുള്ളവരായിട്ട് നമുക്ക് മാറുവാൻ കഴിയണം. ആത്മശക്തി എന്ന് പറഞ്ഞാൽ അറിവിൽ നിന്ന് കിട്ടുന്ന ശക്തിയാണ്. നമ്മളുടെ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ
ആത്മവിശ്വാസം എന്ന് പറഞ്ഞാൽ അറിവിൽ നിന്നുണ്ടാകുന്നതാണ്, ദൈവവിശ്വാസത്തിൽ നിന്നല്ല. ദൈവവിശ്വാസത്തിൽ ആത്മശക്തി ഇല്ലെങ്കിൽ, അറിവില്ലെങ്കിൽ അത് അന്ധവിശ്വാസമാണ് എന്ന് തിരിച്ചറിയുവാനുള്ള ശേഷി നമ്മുടെ മാതാപിതാക്കൾക്കും ഉണ്ടാവണം. ശാസ്ത്രത്തിന്റെ പൂർണ്ണ ആനുകൂല്യത്തിനാണ് നമ്മുടെ മക്കൾ വളരേണ്ടത്. ആ ശാസ്ത്രത്തിന്റെ തണലിലാണ് അവരുറങ്ങേണ്ടത്, അവരുണരേണ്ടത്, ഉണർന്ന് ജാഗ്രതയോട് കൂടിയിട്ട് ജീവിക്കേണ്ടത്. ശാസ്ത്രമാണ് നമ്മളെ നയിക്കേണ്ടത്. ചിറകുകളുള്ള ആ വാചിയുടെ, ശസ്ത്രത്തെക്കാൾ മുന്നിൽ നയിക്കുവാൻ ശേഷിയുള്ള ആ ശാസ്ത്രത്തിന്റെ വാചിയുടെ പുറത്താവണം, അത്രയും വേഗത്തിലാവണം നമ്മളുടെ മക്കൾ സഞ്ചരിക്കേണ്ടത്. വലിയ വലിയ സന്തോഷം തോന്നുന്നു. ഒത്തിരി എന്തൊക്കെയോ മനസ്സിലായതുപോലെ തോന്നുന്നു അപ്പോ സത്യത്തില്. തീർച്ചയായിട്ടും ദൈവം എന്ന് പറയുന്നത് പെട്ടെന്ന് മിന്നിമറയുന്ന ഒരു പ്രതിഭാസമാണ്. ദിവസവും ആ പ്രതിഭാസം ആണ് നമ്മളെ നിലനിർത്തുന്ന ഷഡ്ഭാവങ്ങൾക്കും ഷഡ്ഋതുക്കൾക്കും കാരണമായിരിക്കുന്നത്. ജനനം മുതൽ മരണം വരെയുള്ള പ്രതിഭാസങ്ങൾക്ക് കാരണമായിരിക്കുന്ന ആ ഷഡ്ഭാവങ്ങളെ ഏൽക്കുന്ന ഈ ദൈവം എന്ന് പറയുന്ന ദ്രവ്യത്തിന്റെ ഈ പ്രതിഭാസം, ആ ദ്രവ്യവിശേഷങ്ങളാണ് നമ്മളുടെ അറിവുകൾ. നല്ല അറിവുകളെ സ്വീകരിക്കുന്നവരാവാം, നന്മയുള്ളവർക്കൊപ്പം ജീവിക്കുന്നവരാവാം. നന്മയില്ലാത്തവരെ നന്മയിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ ശേഷിയുള്ള ജ്ഞാനാവതാരങ്ങളായിട്ട് നമ്മളുടെ മക്കൾക്ക് മാറുവാൻ കഴിയണം. വിദ്വേഷവും പകയും അസഹിഷ്ണുതയുമല്ല നമുക്ക് വേണ്ടത്. ഇവിടെ സ്വർഗീയത അനുഭവിക്കുവാനായിട്ട് നമുക്ക് വേണ്ടത് നിറഞ്ഞ മനസ്സാണ്. അവതാര പുരുഷന്മാരുടെ പ്രവൃത്തികളെ പിന്തുടരുന്നവരാവണം അല്ലേ? തീർച്ചയായിട്ടും നല്ല അവതാരങ്ങളെ പഠിക്കുകയും അവരുടെ നന്മകളെ സ്വീകരിക്കുകയും വേണം. നമ്മളുടെ ദൈവങ്ങളെയോ നമ്മളുടെ അവതാരങ്ങളെയോ ഒക്കെ കുറ്റം പറഞ്ഞ് നടക്കുന്ന കുറവുള്ളവരായിട്ടല്ല നമ്മൾ ജീവിക്കേണ്ടത്, അറിവുള്ളവരായിട്ടാണ് നമ്മളുടെ മക്കൾ ജീവിക്കേണ്ടത്. അറിവുള്ളവരാവാം, അതിനായിട്ട് അറിവിനെ ഷെയർ ചെയ്യാം. അജ്ഞതയെ നിഗ്രഹിക്കുവാൻ അക്ഷരങ്ങളിലാണ് അഭയം തേടേണ്ടത്. രാക്ഷസീയതയെ വധിക്കുന്ന ആയുധമാണ് അക്ഷരം. ആ അക്ഷരങ്ങളിലാണ് മക്കൾ അഭയം തേടേണ്ടത്. അതാണ് വിഗ്രഹിച്ച് അർത്ഥത്തെ ഗ്രഹിക്കുവാൻ ശേഷിയുള്ള ഏറ്റവും വലിയ വിഗ്രഹങ്ങൾ എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ മക്കൾക്കുണ്ടാവുന്നു. ഈ ശാസ്ത്രചിന്തയിൽ നിന്നും നമ്മൾ വഴുതി അശാസ്ത്രീയതയിലേക്ക് നീങ്ങുമ്പോൾ നമ്മുടെ ചിന്തകൾക്ക് പിശക് സംഭവിക്കും, നമ്മൾ പിശാചായി മാറും. അപ്പൊ നമുക്ക് വീണ്ടും ചോദ്യങ്ങൾ ഉണ്ടാവും. അടുത്ത ദിവസം നമുക്കത് വീണ്ടും പൂർണ്ണതയാവേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം, ഒരുപാട് താങ്ക് യു. എന്റെ മനസ്സിൽ നിന്ന് എന്തോ പെയ്തൊഴിഞ്ഞ ഒരു അവസ്ഥയും ഇട്ടുണ്ട്. സത്യം നമ്മുടെ കുഞ്ഞുമക്കൾ ഇത് കേൾക്കുവാനായിട്ട് എന്നെങ്കിലും, ഞാൻ ജീവിച്ചിരിക്കുമ്പോഴോ എപ്പോഴെങ്കിലും ഇത് കേൾപ്പിക്കുവാനായിട്ട് ഓരോ രക്ഷിതാക്കളും തയ്യാറാവണം, കേൾക്കുവാനായിട്ട് നമ്മുടെ കുഞ്ഞുമക്കളും തയ്യാറാവണം. എല്ലാ മക്കൾക്കും വേണ്ടിയിട്ട് ഇത് ഞാൻ സമർപ്പിക്കുകയാണ്. ജയ് ശ്രീറാം. അതേ പറയാനുള്ളൂ. ജയ് ശ്രീറാം. ശരി ശരി.